വ്യോമയാന ഇന്ധനത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചു. ഇതോടെ വിമാനയാത്രാ നിരക്കിലും വർധനവുണ്ടാവും. 10% വർധനവാണ് എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയില്ല എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിമാനയാത്രയുടെ കാര്യത്തിൽ സാധാരണക്കാരൻ എപ്പോഴും വിമാനങ്ങളെ ആശ്രയിക്കുന്നവരല്ല. എങ്കിലും സ്ഥിരമായി വിമാനങ്ങളെ ആശ്രയിച്ച് യാത്ര നടത്തുന്ന നമ്മുടെയൊക്കെ പ്രവാസികളുടെ കാര്യത്തിലൊക്കെ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. മോത്തി, ഗുഡ് മോർണിംഗ്. ഈ പ്രവാസികൾ മാത്രമല്ല, ഈ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഞങ്ങളെ പോലുള്ളവരെ സംബന്ധിച്ചും വളരെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതീവ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വ്യോമയാന ഇന്ധനത്തിൻ്റെ വില ഇപ്പോൾ 10% എണ്ണ കമ്പനികൾ ഉയർത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ ഒരു ലിറ്ററിന് ഏതാണ്ട് 105 രൂപയായത് ഇനി മുതൽ 115 രൂപയിലേക്ക് വർധനവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ആകെ ആശ്വാസകരമാകുന്ന ഒരു കാര്യം, ഈ വില 3 വർഷത്തേക്ക് ഇതുപോലെ നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പ്രൈസ് സ്റ്റെബിലൈസേഷൻ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 വർഷത്തേക്ക് ഈ വില ഇങ്ങനെ നിലനിൽക്കുമെന്നാണ് നിലവിൽ അവകാശപ്പെടുന്നത്. പക്ഷേ അതൊക്കെ അവകാശമാണോ അതോ യാഥാർത്ഥ്യമാകുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഫലത്തിൽ ഇങ്ങനെ ഈ വ്യോമയാന ഇന്ധനത്തിൻ്റെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വിമാന സർവീസുകളുടെയും അതുപോലെ തന്നെ ഈ രാജ്യാന്തര വിമാന സർവീസുകളുടെയും യാത്രാ നിരക്കിൽ വലിയ വർധനവുണ്ടാകുവാനാണ് സാധ്യത. കാരണം ഈ എണ്ണ കമ്പനികൾ ഇത്തരത്തിലൊരു വർധന വരുത്തിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും അത് യാത്രക്കാരിൽ നിന്ന് ആ പണം ഈടാക്കുന്നതിനുള്ള നടപടികൾ വിമാന കമ്പനികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കാരണമാണ് ഇങ്ങനെ അടിക്കടി വിലവർധന ഉണ്ടാകുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇത് ബഹുമുഖ മേഖലകളിൽ ഈ വിലവർധന, അതായത് പെട്രോൾ, ഡീസൽ, അതുപോലെ തന്നെ പാചകവാതകം, ഇപ്പോൾ വ്യോമയാന ഇന്ധനം തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും ഈ വിലവർധനം ഇങ്ങനെ കയറി വരുന്നു എന്നതാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന വസ്തുത. മോത്തി, തീർച്ചയായിട്ടും.